പരമശിവൻ നായർ എന്നാണ് വയോധികനായ ഈ മനുഷ്യന്റെ പേര്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്ര പരിചയമുള്ള ഒരാളല്ല ഇദ്ദേഹം. ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ ഇന്നലത്തെ തലമുറ ഇപ്പോഴും ഈ മനുഷ്യന് മുന്നിൽ അറ്റൻഷനായി നിൽക്കും. അതെ, പോയ കാലത്തെ അതിഗംഭീരനായ പോലീസ് ഓഫീസർ മിന്നൽ പരമശിവൻ നായരാണിത്. കേരളം ഭയഭക്തി ബഹുമാനത്തോടെ കണ്ടിരുന്ന കർക്കശക്കാരനായ നിയമപാലകൻ, കുറ്റവാളികളുടെ പേടി സ്വപ്നം. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയുണ്ട് സിനിമാ കഥകളെ വെല്ലുന്ന മിന്നലിന്റെ വീരകഥകൾ. ഓർമ്മകളുടെ പൂമുഖത്തിരുന്ന് ഇദ്ദേഹവും ഇന്നലകളിലേക്ക് നോക്കുകയാണ്. കുട്ടിക്കാലം വളരെ വിശേഷമാണ്. കാരണം തെക്കൻ തിരുവിതാംകൂറിലെ വിളവക്കുടി താലൂക്കിൽ, വിളവക്കുടി താലൂക്കിൽ മങ്കാട് എന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ തിക്കുറിച്ചിയുടെ ജന്മസ്ഥലം അതാണ്. അവിടെ താമരയുടെ കയ്യിലാണ് ഞാൻ ജനിച്ചത്. അന്ന് ഞാൻ കിഴക്ക് ശിവാലയം ഉണ്ടല്ലോ, ആ തിരുമലക്ഷത്തിൽ ദിവസവും രാവിലെ പോകത്തുള്ളൂ. ആറ്റി നീന്തും, നല്ലപോലെ നീന്താൻ അറിയാം എനിക്ക്. അങ്ങനെ എൻ്റെ 8ാമത്തെ വയസ്സിൽ എനിക്കൊരു ആപത്ത് പറ്റി. ഏത് വെള്ളപ്പൊക്കത്തിലും ഞാൻ നീന്തിപ്പോവും. താമര വണ്ടി പോവുകയാണ്, നമ്മുടെ കുളിത്തറയാറ്. നീന്തി പോകുമ്പോൾ ഒരു ദിവസം ഞാൻ വള്ളത്തിൽ കയറിയ വെള്ളം കമന്നു. 3-4 പേര് മരിച്ചു, വള്ളക്കാരനെ മരിച്ചു. പക്ഷേ ഒരു 7 കിലോ താഴെ ഒരു പ്രത്യേക ഒരു സ്ഥലമുണ്ട് ആറ്റിൽ തന്നെ, ഒരു നോക്കുന്നത്. അവിടെ ചെന്ന് ഒരു സ്വാമിയാണ് എന്നെ പിടിച്ച് കയറ്റിയത്, ഒരു സന്യാസി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൊല്ലം ഉണ്ടായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞ് ഈ ദിവസം, മരിച്ച ദിവസം തന്നെ എന്നെ അമ്മയെ കൂടെ അടുപ്പിക്കുകയാണ്. അവർ ആണ്ടുപരിക്കുള്ള കർമ്മങ്ങളെ ചെയ്യാനിരിക്കുമ്പോഴാണ്. പക്ഷേ എന്നെ അന്ന് വിശ്വസിക്കാൻ നിർത്തിയില്ല, ഞാൻ വളർന്നുപോയി. കുറച്ചുകൂടെ 4th പോകാൻ കഴിച്ചപ്പോഴേ പിന്നെ പഠിക്കാൻ അടുത്ത സ്കൂളില്ലാത്തതുകൊണ്ട് മാർത്താണ്ഡ സ്കൂളിൽ കൊണ്ടുവന്നു. കൊല്ലം കൊട്ടുന്ന 18 കിലോമീറ്ററുണ്ട്. അന്ന് വാഹനങ്ങളൊന്നും നടന്നു പോവും. ചിലപ്പോൾ ആഹാരം കാലത്ത് കിട്ടിയത് മതിയില്ല. പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് അവർക്ക് രാത്രിയൊക്കെ പല വിരുന്നുകാർക്ക് ഉണ്ടായാലും അവർക്ക് ആഹാരം കൊടുക്കാതെ നിർബന്ധമാണ് സർക്കാർക്ക്. എങ്കിലും വെറും വയറ്റോടെങ്കിലും പഠിച്ചു, ഞാൻ പാസ്സായി. പഠിത്തം തുടരാൻ സാധ്യമല്ല എന്നുള്ള ഒരു പരിസ്ഥിതി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനെ മരിച്ചുപോയി. എങ്കിലും ഞാനന്ന് എൻ്റെ സഹോദരനെല്ലാം കൂടെ ക്ഷമിച്ചിട്ട് സെൻറ്റ് ബെറൻസ് കോളേജ് ചങ്ങനാശ്ശേരി ചെന്ന് പഠിച്ചു. അവിടുന്ന് ഇതിനോട് പാസ്സായിട്ട് തിരുവനന്തപുരത്ത് BA വന്നു. BA പാസ്. ഈ കാലത്ത് ഞാൻ അക്കൗണ്ട് ടെസ്റ്റും പോലീസ് ടെസ്റ്റ് പബ്ലിക് ടെസ്റ്റും എഴുതി, സിവിൽ സർവീസിൻ്റെ. അപ്പോൾ സിവിൽ സർവീസ് എഴുതിയപ്പോൾ എന്ത് പറ്റി, അന്ന് ജാതി ഉറയ്ക്കാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ജാതി പറഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഒരു ഗോപാലകൃഷ്ണൻ നായരെന്നും ഒരു ഗോപാലൻ നായർ 2 പേരുണ്ടായിരുന്നു. അത് മിടുക്കന്മാരെ പഠിക്കാൻ. അവരെ നോക്കിയാൽ അവരെ ലിസ്റ്റിലില്ല. ഞാൻ നോക്കാൻ പോയുമില്ല. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ ഒരു ഓർഡർ കിടക്കുന്നു, യു സ്റ്റാൻഡ് 16th in the rank of the list, so you are appointed as a office assistant in the quarters office police, please join forthwith. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം എന്നെക്കാട്ടി മിടുക്കന്മാർക്ക് കിട്ടാത്തപ്പോൾ എനിക്ക് കിട്ടി എങ്ങനെയെന്നുള്ള സംശയത്തിലായിരുന്നു ഞാൻ. രാവിലെ തന്നെ ഒരു കാശ് വാങ്ങിച്ചുകൊണ്ട്, കാശൊക്കെ പറ്റി പരിമിതമാണ്, വാങ്ങിച്ചുകൊണ്ട് പാറശാല വരെ നടന്നു. പിന്നെ തിരുവനന്തപുരത്തും ജാപ്പാനെ കൊണ്ട് ജായിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഗവൺമെൻറ് സർവീസ് വരുന്നത്. മരണക്കയത്തിലേക്ക് വീണുപോയിട്ടും പരമശിവൻ നായർ ജീവിതത്തിലേക്ക് തന്നെ നീന്തിക്കയറി വന്നു. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയെയും ചങ്കുറപ്പുകൊണ്ട് മറികടന്നു. പോലീസിന്റെ കുപ്പായം ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ലെങ്കിലും കാക്കി അണിയാനായിരുന്നു വിധി നിയോഗം. കൊല്ലം ജില്ലയിലെ ചവറ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് മിന്നൽ പരമശിവൻ നായർ എന്ന നിയമപാലകന്റെ യാത്ര തുടങ്ങുന്നത്. സംഭവ ബഹുലമായൊരു ജീവിതയാത്ര. ഈ ചവറ പോലീസ് സ്റ്റേഷൻ വെച്ച് കഴിഞ്ഞാൽ അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഹോസ്പിറ്റൽ, അവിടുത്തെ വൃത്തികെട്ട ഒരു RCP വൃത്തികെട്ട ഒരു കൺട്രോൾ ചെയ്യാൻ വയ്ക്കില്ല. ആര് പോയാലും അടിക്കും. ASP ഹോസ്പിറ്റലാണ്, സർക്കിൾ ഇൻസ്പെക്ടർ ഹോസ്പിറ്റലാണ്. ഈ സൈഡിലാണ്. എനിക്കാണെങ്കിൽ ലോക്കൽ പോലീസ് അത്ര നല്ല നിശ്ചയവുമില്ല, ഒറ്റ പറഞ്ഞാൽ. ഞാൻ ഒരാഴ്ച പോയില്ല. പക്ഷേ ഞാൻ കൊല്ലത്ത് പോയപ്പോൾ തന്നെ കൊല്ലം സർക്കിൾ ഇൻസ്പെക്ടർ കാത്തു നിൽക്കായിരുന്നു, ASPയും കാത്തു നിൽക്കായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ പരിചയമില്ലാത്തതാണ് ഞാൻ വരുന്നത്. പിള്ളേർക്ക് കയറുന്നത് ഞങ്ങളുടെ 1.5 കൊല്ലമായിരുന്നു. അവിടെ എനിക്ക് പോലീസ് വർക്ക് അറിയില്ലെങ്കിലും ഞാനിങ്ങനെ സൈക്കിളിലേക്ക് നടക്കും. ആളുകൾ എന്തായാലും നിൽക്കുന്നത്, വീട്ടിൽ പോകണ്ടേ ചോദിക്കുക, പോവും. തിരിച്ചൊരു 1/2 മണിക്കൂർ ഞാൻ അവിടെ തന്നെ വരും. അപ്പോൾ ഇവരെന്നെ കാണുമ്പോൾ പറയാതെ തന്നെ പോവും. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോട്ടയം ഇലക്ഷൻ. കോട്ടയത്ത്
കഴിഞ്ഞ കാഞ്ഞിരപ്പള്ളി ലോകസഭ ഇലക്ഷൻ. അവിടെ ഒരു കാട്ടു ചാക്കോ എന്നാണ്, കാട്ടുകോഴി, ചാക്കോ എന്ന പേര്, കാട്ടുകോഴി തന്നെ പേര്, ഇത്രയേ ഉള്ളൂ ആൾ. പക്ഷെ അവനെ കണ്ടാൽ സകലർ ഓടും. അപ്പോൾ എന്നെ വാൺ ചെയ്തു, സൂക്ഷിക്കണം, അവൻ്റെ കയ്യിൽ കടാരിയൊക്കെ ഉണ്ട്, കുത്തും. ഞാൻ പറയും ഏതായാലും വന്നില്ല, അതാണ് തലയിലെടുത്തെങ്കിൽ അതൊക്കെ അതിന് ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ കാഞ്ഞിരപ്പള്ളിക്ക് പോയി. അവിടെ ആ മീൻ ചന്തയുണ്ടായിരുന്നു, ഇപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. അതിൽ ഓരോരുത്തരും ചീത്ത പറഞ്ഞു, ഭയങ്കരമായി ചീത്ത പറഞ്ഞു. എന്നെയാണ് പറയണേ, കടകളൊക്കെ അടച്ചിട്ടുണ്ട്, എല്ലാ കടകളിലും ലൈറ്റും ഉണ്ടാകത്ത്. ചീത്ത കൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. ഇവൻ ചാടി വീഴുന്ന കുത്തി എന്നെ. ഞാനങ്ങ് മാറി കഴിഞ്ഞിട്ട് പിന്നെ കുത്തിയ മതി. ഞാൻ കാലുപിടിക്ക് അടിച്ചു, ഇവ മറിഞ്ഞു വീഴുന്നു. അപ്പോൾ ഞാനന്ന് കാലത്ത് മുതൽ ഈ ഓടി തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അനുഭവിക്കാൻ ഒക്കുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാലോട് വലിച്ചിട്ട് അവിടെ ഈ മീൻകുട്ട വയ്ക്കുന്നൊരു കല്ലുണ്ട്, അത് ഒരു ചോട്ട് കുടിച്ചു കാര്യം വലിച്ച് റോഡിൽ കൊണ്ടുപോയി. ഒരു ബഹളം കാണിക്കുന്ന ഒരുത്തനെ ആളുകൾ കൂടുമല്ലോ, ഇവർ ഈ കടാരിയും കാണും ചിലപ്പോൾ, ഒന്നുമില്ലെങ്കിൽ ഇത് ആളുകൾ കാണുകൾ തടയില്ല അവരെ. അവൻ ദൂരെ നിൽക്കും, യോ മഹാപോക്കരാണെന്ന് പറഞ്ഞാൽ ഞാൻ എത്തിയത്. അവൻ എന്നെ ചാടി വീണ് കുത്തിയിട്ടുള്ള കേസുണ്ട്. അപ്പോൾ ഒറ്റ അടി കൊടുക്കും. ഒറ്റ അടി വെച്ചാൽ അടിയോടൊപ്പം തറയി വീഴും, ഇടാതെ പറയും. അവൻ കടാരിയും കളയും. നേരെ പോലീസ് സ്റ്റേഷൻ അവൻ കിട്ടാ പ്രശ്നം പോലീസ് സ്റ്റേഷൻ വരാൻ. അവിടെ ചെന്ന് ഞാൻ റൈറ്ററായി അയാൾ ചായ കൊടുത്തൊക്കെ. ഇത് കേൾക്കുന്നവരേക്കും ഈ പോക്കരിക്ക് സമാധാനമില്ല. പരമശിവൻ നായരുടെ ഔദ്യോഗിക വാഹനം സൈക്കിളായിരുന്നു. ഓരോ ദിവസവും കിലോമീറ്ററോളം സൈക്കിളിൽ സവാരി ചെയ്ത് ഡ്യൂട്ടി നോക്കി. സാമൂഹിക വിരുദ്ധരുടെ ശല്യമുള്ള പാതകൾ ഓരോന്നോരോന്നായി സാധാരണക്കാർക്ക് സ്വൈര്യസഞ്ചാരം നടത്താവുന്ന അവസ്ഥയിലേക്ക് മിന്നൽ മാറ്റിയെടുത്തു. സൈക്കിളിന് ഒരു പ്രധാന കാരണമുണ്ട്. ചീട്ട് കളിച്ചാണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് വരെ പോയാലും അവർക്ക് അറിയില്ല. മോട്ടോർ സൈക്കിളാണെങ്കിലോ ദൂരെ വരുമ്പോൾ അയാളുടെ ഇന്നാര് വരും എന്നറിയും, അവർ ജയിച്ച് പോകും. ഏത് കള്ളൻ രാത്രി നടക്കുമ്പോൾ ഇതുപോലെ തന്നെ രാത്രി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ. അപ്പോൾ ഈ കള്ളന്മാർ റോഡിൽ നടക്കുമ്പോഴേ മോട്ടോർ സൈക്കിളാണെങ്കിൽ അതറിയും, മറ്റേ അവരുടെ അടുത്ത് വരുന്നത് അറിയില്ല. മുമ്പേ വന്നിട്ടുണ്ടായിരിക്കും, അയ്യോ ഇവിടെ പൊട്ടും. അതാണ് എൻ്റെ ഏറ്റവും കൺവീനിയൻറ്റ്.